ഇവരൊക്കെ എന്നെ നോക്കുന്ന ഗൈസ്. ക്യാമറ ഓണാക്കി വെച്ചിട്ടാ തോന്നുന്നത്. എല്ലാരും എന്നെ നോക്കുന്നുണ്ട് ഗുണ്ടകളെ പോലെ. ഇവിടെ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറെ കുട്ടിപ്പിശാശകൾ ഉണ്ടാവും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് കൂടെ കൂടെ കൈമുട്ടി കൈമുട്ടി. ഇവരുടെ ചായ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ്. ഞാൻ ഒരു ബ്ലോഗറെ കണ്ടുപറ്റി ഇവിടെ. ബാക്കിൽ നോക്കണം. ഹലോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ വന്നിട്ട് ഇതുവരെ വേറെ എവിടേക്കും പ്രത്യേകിച്ച് പോയിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ചാർമിനാർ പോവാണ് അല്ലേ ദർശ? ഓക്കെ, ഇനി അവിടെ കാണാം. അപ്പം ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ രണ്ടാളും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആ. അവിടെ കാണുന്ന രണ്ടാൾക്കാർ ഞങ്ങളെ കൂടെ ഉള്ളതാട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് കൂടെ കൂടെ കൈമുട്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കൊയ്യും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. എന്ന് വെച്ച് ചായ കുടിച്ചിട്ട് എന്തായാലും ഊബർ വരാൻ കുറച്ച് ടൈം എടുക്കും. ചായ കുടിച്ചിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു. ഇവിടെ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറെ കുട്ടിപ്പിശാശകൾ ഉണ്ടാവും. ഇവിടുത്തെ ചായ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ്. അവിടുത്തെ സമോസ. This is called as Takalipatti ki Godrej ki boat. Takalipatti ki Godrej ki boat. പെട്ടിപ്പടിയിൽ ക്യാമറ ഉണ്ട്. ऊपर मैं हिंदी बहुत अच्छा है. 2-3 ചായ ആയി ഗൈസ് കുടിക്കുന്നു. ഊബർ ഇതുവരെ എത്തിയിട്ടില്ല. ഫസ്റ്റ് വിളിച്ച ഊബർ ക്യാൻസലായി. നെക്സ്റ്റ് ഊബർ ദൃശ കണ്ടില്ലേ, ചായ പിടിച്ച് കൊങ്ങിപ്പോയി. ദ്രേഷ് എപ്പോഴാ വരിക? ഗുഡ് ക്വസ്റ്റ്യൻ. ഊബർ വന്നിട്ടുണ്ട്. നമ്മള് സാധാരണ ഊബർ നമ്മളടുത്തേക്ക് വരും. നമ്മളിത് ഊബറിന്റെ അടുത്തേക്കാ പോകുന്നത്. അങ്ങനെ ഊബർ എത്തി. ഇതൊരു കോമൺ കാഴ്ചയാണ്. ഇപ്പൊ നമുക്ക് കണ്ടപ്പോ ശീലായി. കുക്കതാനെടുത്തില്ല നമ്മൾ. ഗൈസ് അങ്ങനെ ഞങ്ങള് ചാർമിനാർ എത്തി. ഇവിടെ ഇപ്പൊ എങ്ങോട്ട് പോകണം തിരിയുന്നില്ല അല്ലെ തൃശ? ഇവിടെ നമ്മളെ ചെറിയൊരു നല്ല എസ്എം സ്വീറ്റ് പോലെ തന്നെ അല്ലേ? കുറെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഏതെങ്കിലും റേറ്റിന്റെ അവസ്ഥയൊക്കെ റേറ്റ് എങ്ങനെയാണ്? നമ്മളെ റേറ്റിന്റെ കാര്യത്തിൽ എസ്എം സ്വീറ്റ് പോലെ തന്നെ ആണോന്ന് അറിയില്ല. നല്ല ഫാൻസികൾ വളകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഞങ്ങക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. പക്ഷെ കുറേ പൈസ ഇല്ല, കുറേ സാധനങ്ങൾ വേണം. എസ്എമ്മിലൊന്നും നമ്മൾ നടക്കുന്ന വഴിക്കൂടി വണ്ടികളൊന്നും പോകില്ല. ഇവിടെ വണ്ടികളും പോകും, ആൾക്കാരും പോകും. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര റഷ് അല്ലേ? ഞങ്ങൾ മാങ്ങ വാങ്ങാൻ വേണ്ടിട്ട് നിർത്തി. മാങ്ങ വാങ്ങി ഫോൺ ഇവിടെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത്. എന്താ അവസ്ഥ അറിയില്ല. മാങ്ങ പൊളിയുണ്ടാവും. കഴിഞ്ഞാല് വാച്ച് വന്നു. നാട്ടിൽ നിന്ന് വരുമ്പോ വാച്ച് എടുക്കാൻ പറഞ്ഞ. സോ ഇവിടെ ഭയങ്കര കുറേ ഷോപ്പുണ്ട്. നമ്മളെ എസ്എം സൈറ്റ് ഒന്നല്ല. ഫോണൊക്കെ ഭയങ്കര സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. ഞാന് ഒരു ബ്ലോഗറെ കണ്ടുപറ്റി ഇവിടെ. എന്താ എന്റെ ബാക്കിൽ നോക്കണോ? ഭയങ്കര അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്തൊക്കെയോ വാങ്ങിച്ചെത്തിച്ചത്. ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഇവൻ എനിക്ക് പാനിപ്പൂരി വാങ്ങിത്തരാ പറഞ്ഞു. വാങ്ങിത്തരുമോ? പാനിപ്പൂരി സേവ്പൂരി 1 പ്ലേറ്റ് സേവ്പൂരി. പാനിപ്പൂരി ഞാൻ തന്നില്ല. 1 പ്ലേറ്റ് സേവ്പൂരി ഓൺലി. യെസ്. ഞാൻ പാനിപ്പൂരി തിന്നൂല. ബിക്കോസ് അതിനകത്ത് കുറേ വെള്ളം.
സേവ്പൂരി ആകുമ്പോൾ ഭയങ്കര ഫിൽഡായിരിക്കും. ഇവരൊക്കെ എന്നെ നോക്കുന്ന ഗൈസ്, ക്യാമറ ഓണാക്കി വെച്ചിട്ടാ തോന്നുന്നത്. എല്ലാരും എന്നെ നോക്കുന്നുണ്ട് ഗുണ്ടകളെ പോലെ. ഒരാൾ ഞങ്ങൾ കൂടെയുള്ള ഒരാളെ കാണുന്നില്ല. അതാണിപ്പോ നമ്മള് സേവ്പൂരിക്ക് വെയിറ്റിംഗ് ആണ്. എല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. തൃശ്ശാ കിട്ടിയോ? അതന്നെ ലുത്തൂനെ കാണാണ്ട് തൃശ്ശ പോയി. ഞങ്ങൾ വെച്ച് തൃശ്ശ വഴിക്ക് പോയിണ്ടാവുന്നു, പക്ഷെ തൃശ്ശനെ കിട്ടി. നമ്മള് സേവ്പൂരിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാരും കളിയാക്കി ചിരിക്കുന്നു ഗൈസ് എന്നെ. അങ്ങനെ പാനിപ്പൂരി വാങ്ങി. അവനെന്തോ വാങ്ങേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇല്ല പാനിപ്പൂരി അല്ല, സേവ്പൂരി. ഇവിടത്തെ എങ്ങനെ അറിയില്ല. ഞങ്ങൾ മാനാഞ്ചിറ LICന്റെ അവിടെ കിട്ടും ഒരു പാനിപ്പൂരി. എന്താ രസാലേ. ഗുഡ് ആക്ച്വലി. വലിയ രസമെങ്കിലും തിന്നാം നമുക്ക്. അപ്പം കൊറേ ടൈമായി ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങാന്ന് നമുക്ക് അറിയാൻ പറ്റൂല. കൊറേ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ വന്ന വഴി ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾ കൂടെ ഉള്ള രണ്ടാൾക്കാരെ കാണുന്നില്ല. കളി ഓക്കെ. ഇതാണ് നമ്മുടെ ചാർമിനാർ അല്ലേ? അല്ലേ? ഫോട്ടോ എടുത്തതാ. അങ്ങനെ ലുത്തൂന്ന് വിഷയം എവിടെ വെച്ചോക്കട്ടെ. ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചോളൂ. ഞങ്ങൾക്ക് ഈ പുറത്തേക്ക് എടുക്കാൻ വഴി കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ കിട്ടിയിട്ടില്ല, ഇവരെ കാണുന്നില്ല. ഓരോ വലിച്ചു നോക്കട്ടെ. ഇതാ പിടിക്കും. ഇയാൾ കുറെ നേരമായി വെറുപ്പിക്കുന്നു. ബൈ 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 എന്ന് വിളിച്ചിട്ട്. ഞാൻ വിചാരിച്ചു ചോളം അല്ലേ? ചോളം വാങ്ങാം. നിങ്ങൾ ചോളം വാങ്ങി. തൃശ്ശേനെയും ലുത്തൂനെയും കാണാനില്ല. ഇത് പറയാൻ മൊത്തത്തിൽ ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഓരോ വഴികളാണ്. അപ്പൊ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ അതാണ് അവർക്ക് പറ്റിയത്. ഞങ്ങൾ അന്നേരം കണ്ടുപിടിച്ച് ഇവിടെ എത്തി. ഓരോ വെയിറ്റിംഗ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ കണ്ടുപിടിച്ച് വരണം. ഇത് ചോളം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തോ രസമില്ലാത്ത മസാല ഉണ്ട്. ഇവിടെ ഭയങ്കര അച്ചാണ് മസാല. ഇങ്ങനെ ഒടുവിൽ ഇവരെ കിട്ടിയിരിക്കുന്നോ? അങ്ങനെ ഞങ്ങൾ പോട്ടെ. കാലേ കളി കിട്ടിച്ചാ ഞങ്ങൾ കൊറേ മലയാളീസിനെ ഇവിടുന്ന് കണ്ടു. പക്ഷെ ഞാൻ മൈൻഡ് ആക്കിയില്ല ആരും. നമ്മളിപ്പോ റൂമിലേക്ക് പോണം. അതിന് മുന്നേ ഫുഡ് കഴിക്കാം. ഇവിടെ ഞങ്ങൾ ചാർമിനാറിന് ഇറങ്ങുകയാണ്. എങ്ങനെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണം. ഇറങ്ങട്ടെ. കുൽഫി വാങ്ങി ഗൈസ് ഞങ്ങൾ. अच्छा अच्छा बाय। आप लोग ने क्या किया भाई? ये लोग के पेट में दुखेगा तो कैसे? हाँ देखेगा ये लोग के पेट में दुखेगा तो कैसे? എന്തൊക്കെ പറയുന്നുണ്ടാവും. പോകാൻ മനസ്സിലായില്ല. അത് താൻ വാങ്ങിയതല്ല, ആ പെണ്ണ് എടുത്തോണ്ട് പോയില്ലേന്നാ മൂപ്പിന് ചോദിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് കുൽഫി വാങ്ങി. പൈസ കൊടുക്കണം. ഫോണും കയ്യില് പോവാം. സോ ഗൈസ് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങളൊരു ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാനല്ലേ ഉണ്ടാവുള്ളൂ. സോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ നാലാളും ഇങ്ങനെ ഞങ്ങൾ മട്ടന്റെ എന്തോ റൊട്ടി ഓർഡർ ചെയ്ത് ഇനി വന്നാൽ കാണാം. എന്താ അതല്ലേ അത് ഓർഡർ ചെയ്ത് ഞാൻ വന്നാൽ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഗൈസ് നമ്മുടെ ഫുഡ് എത്തി. മട്ടന്റെ മട്ടനാണത്. റൊട്ടി കഴിച്ചോക്കട്ടെ. എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. മട്ടൻ അവര് പറഞ്ഞ റബ്ബറിനാകുന്നുണ്ട്.
എനിക്കൊരു എന്തായിരുന്നു ഇതെന്തോ ഇതിന് എടുക്കുമോ ഇതൊരു ഇടങ്ങാറുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാൾ ആശ്വസിക്കുന്നുണ്ട്. ഫിനിഷ് ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഊബർ വിളിച്ച് നേരെ റൂമിലേക്ക് വന്നിട്ടോ. ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ അത്രയും ടയേർഡായി. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നിട്ടോ. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലേനും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ പണിയുണ്ട്, ഉറങ്ങട്ടെ, ബൈ.